ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലെ കഥാനായികയുടെ പേര് ജോഡി ഫോസ്റ്റർ എന്ന. ഇവർ അഭിനയിച്ച സിനിമകളെല്ലാം വളരെ പ്രത്യേകതയുള്ള സിനിമകളാണ്. കൂടുതലും ഫീമെയിൽ ലീഡുള്ള കഥാപാത്രങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത്. നമ്മൾ തന്നെ 3-4 സിനിമകൾ ഇവരുടെ ചെയ്തിട്ടുണ്ട്. ഇതും അതിൽപ്പെട്ടൊരു മികച്ച ചിത്രമാണ്. തൻ്റെ കുഞ്ഞിനെ ഫ്ലൈറ്റിൽ വെച്ച് കാണാതെ പോകുന്നു. അവിടുന്ന് തുടങ്ങുകയാണ് മിസ്റ്ററി. ഫ്ലൈറ്റ് പ്ലാൻ എന്നാണ് ഈ സിനിമയുടെ പേര്. 2005 പുറത്തിറങ്ങിയ ഫ്ലൈറ്റ് പ്ലാൻ. 20 വർഷം പഴയ സിനിമയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആൻറ്റിമാരും മാമാരും പറയുമ്പോൾ ഞങ്ങൾക്ക് അതിശയമായിരുന്നു. ഞങ്ങൾ ജെൻസി പിള്ളേർ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായത് സത്യം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഭർത്താവിന്റെ ഡെഡ് ബോഡിക്കരികിൽ നിൽക്കുന്ന നമ്മുടെ നായിക. അവരിപ്പോൾ ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. ഭർത്താവ് ആത്മഹത്യ ചെയ്തായിരുന്നു. അവരുടെ കുടുംബ വക്കീല് പറയും കാസ്കറ്റിൽ, അതായത് ശവപ്പെട്ടിയിൽ പാസ്വേഡ് അടിച്ചു വെക്കാൻ. കാരണം ഈ കാസ്കറ്റ് ഫ്ലൈറ്റിലൂടെ കൊണ്ടുപോകണമെങ്കിൽ അത് സെക്യൂർഡായി ലോക്ക് ചെയ്തിരിക്കണം. എന്നാലേ ഫ്ലൈറ്റിൽ അവർ കയറ്റുള്ളൂ. ഇവരിപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്. ഭർത്താവിന്റെ ബോഡി അവിടുന്ന് ഹീറോയിൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാണ്, തന്റെ നാട്ടിലേക്ക്. ഹസ്ബൻഡുമായി ഇന്നലെ രാത്രി പോലും ഹീറോയിൻ സംസാരിച്ചിരുന്നു. അങ്ങേരിത്തിരി അപ്സെറ്റ് ആയിരുന്നു. അതുമാത്രം അറിയാം. എന്തുകൊണ്ടാണ് മരിച്ചത് എന്നറിയില്ല. അങ്ങേരോടൊപ്പമുള്ള അവസാന നിമിഷങ്ങൾ അവൾ ഓർക്കുകയാണ്. ഇവര് താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്ത്. ആശുപത്രിയിലെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് വരുന്നു. ഇവർക്കൊരു മോളും കൂടെയുണ്ട്, 9 വയസ്സുള്ള കൊച്ചുപെണ്ണ്. കുട്ടി അമ്മ കിടത്തി ഉറക്കുന്നു. അത് കഴിഞ്ഞ് കർട്ടൻ അടയ്ക്കാൻ നേരമാണ് എതിർഭാഗത്തുള്ള ഫ്ളാറ്റിൽ നിന്നും ആരോ ഇവരെ ശ്രദ്ധിക്കുന്നത് കാണാം. പെട്ടെന്ന് തന്നെ അവർ മാറിപ്പോവുകയും ചെയ്യും. അപ്പോഴാണ് മോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഇവര് വീണ്ടും ചെന്ന് മോളെടുത്തിരുന്ന്, മോൾ ഉറങ്ങിക്കോ, നാളെ നമുക്ക് യാത്രയുള്ളതല്ലേ, മിഴിച്ചിരിക്കണ്ട, അമ്മ കൂടെ ഉണ്ടെന്നും പറഞ്ഞ് മോളെ വീണ്ടും കിടത്തി ഉറക്കുന്നു. പിറ്റേ ദിവസം വേണ്ട സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി ഹീറോയിനും മോളും എയർപോർട്ടിലേക്ക് പോവാം. ആ സമയത്ത് പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട്. മോള് പേടിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറയും. അപ്പൊ അമ്മ മോളെ ഞാൻ പൊതിഞ്ഞു കൊണ്ടുപോകാന്നും പറഞ്ഞ് അവളെ കോട്ടിനകത്ത് പൊതിഞ്ഞെടുത്ത് ടാക്സിയിൽ കൊണ്ടുപോയി കയറ്റുകയാണ്. ആ നേരം മോള് ചോദിക്കും നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന്. ഹീറോയിൻ പറയാണ് അമേരിക്കയിലേക്ക്. അവിടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ട്. അവർ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, നമുക്കത് ചെന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ടാക്സി മുന്നോട്ടെടുത്ത് പോകുന്നു. എന്നാൽ ഈ ടാക്സി ഡ്രൈവറെ നോട്ടം എന്തോ കുഴപ്പമുള്ളതുപോലെ. എന്തായാലും രണ്ടുപേരും സേഫായി ഇപ്പൊ എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആയിട്ടുണ്ട്. ഇനി അതെപ്പോഴാണോ വരണേന്നും പറഞ്ഞ് ബോർഡിലേക്ക് ഹീറോയിൻ നോക്കി നിൽക്കുമ്പോഴാണ് മകളെ കാണാതായ കാര്യം മനസ്സിലാവുക. തൊട്ടടുത്തുണ്ടായിരുന്ന മോളെ കാണുന്നില്ല. എങ്ങോട്ടാ പോയെന്നറിയില്ല. അപ്പോഴാണ് ദൂരെ ഒരു ചായക്കടയ്ക്ക് മുന്നിൽ മോള് നിൽക്കുന്നതായിട്ട് കാണാം. ഹീറോയിൻ ഓടിച്ചെന്ന് അവളെ ചീത്ത പറയാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കാൻ, ഇങ്ങനെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്ത് കളഞ്ഞു പോയാൽ ഞാൻ എന്ത് ചെയ്യും, നീ അമ്മയ്ക്ക് സ്വൈര്യം തരില്ലെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. അപ്പം മോള് പറയും എനിക്ക് വിശന്നിട്ടാ ഞാൻ ഈ കടയിൽ വന്നതെന്ന്. പിന്നെ അമ്മയ്ക്ക് ചീത്ത പറയാൻ തോന്നുന്നില്ല. അവൾക്ക് വേണ്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ ഇവരെ ഫ്ലൈറ്റ് വന്നു. അതൊരു വലിയ യമണ്ടൻ ഫ്ലൈറ്റാ. മോള് ചോദിക്കും ഇത്രയും വലിയ ഫ്ലൈറ്റിലാണോ നമ്മൾ പോണേന്ന്. അമ്മ പറയണം അതെ, ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ഫ്ലൈറ്റ്. E474 എന്നാണ് ഈ മോഡലിന്റെ പേര്. അപ്പൊ മോള് അമ്മയാണോ ഇതുണ്ടാക്കിയെന്ന് ചോദിക്കുക. നല്ലൊരു പാവം കൊച്ച്. അതിനമ്മ പറയും മമ്മിയല്ല മുഴുവൻ ഉണ്ടാക്കുന്ന, പക്ഷെ ആ എഞ്ചിൻ ഉണ്ടാക്കാൻ മമ്മി സഹായിക്കാറുണ്ട്. സോ മമ്മി എയ്റോപ്ലെയിൻ ഉണ്ടാക്കുന്ന ഏതോ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അനൗൺസ്മെന്റ് കേൾക്കാം, കുഞ്ഞുങ്ങളുമായിട്ടുള്ള യാത്രക്കാര് ഉടനെ ബോർഡിങ്ങിലേക്ക് വരണം. ഹീറോയിൻ മോളെയും കൊണ്ട് ഫ്ലൈറ്റിനകത്ത് കയറുന്നു. വലിയ യമണ്ടം ഫ്ലൈറ്റാണ്. 1000 പേർക്കെങ്കിലും ഇരിക്കാൻ പണ്ടാരം. കണ്ടാൽ തന്നെ പേടിയാവുന്നു. ഇത് കഴിയുമ്പോൾ ഹീറോയിനും മോളും അവരുടെ സീറ്റിലേക്ക് ചെന്നിരിക്കുകയാണ്. ഇവരാണ് ആദ്യം കയറുന്ന പാസഞ്ചേഴ്സ്. അത് കഴിയുമ്പോൾ വേറെയും കുറെ കുട്ടികളും അച്ഛനമ്മമാരും വരുന്നുണ്ട്. ഇതേ ഫ്ലൈറ്റിൽ തന്നെ AC 2 ടയർ ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ബാക്കി എല്ലാ യാത്രക്കാരും കയറി. ഇപ്പൊ ഫ്ലൈറ്റ് നല്ല ലോഡായിട്ടുണ്ട്. ഹീറോയിൻ ഇരിക്കുന്നതിന് തൊട്ടടുത്ത റോയിൽ ഒരു പുഷ്പൻ ഇരിപ്പുണ്ടാവും. അയാൾ ഇടയ്ക്കിടെ ഈ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് കൊഞ്ചുന്നുണ്ട്. ഗ്യാപ്പിന് ഹീറോയിനെയും പുഷ്പിക്കാൻ നോക്കും. വണ്ടി എടുത്തു കഴിയുമ്പോൾ പുറകെ ചെന്നിരിക്കണം, അവിടെ കുറച്ച് കാലി സീറ്റുണ്ട്, നീണ്ടു നിവർന്ന് കിടക്കാന്നൊക്കെ അയാൾ പറയുന്നുണ്ടാവും. അത് കഴിയുമ്പോൾ സ്റ്റാഫുകളെ കാണിക്കുന്നു. 5-6 ലേഡി സ്റ്റാഫും 1-2 ആമ്പിൾ സ്റ്റാഫുകളും ഉണ്ട്. അതൊരു മഞ്ഞ് പെയ്യുന്ന നാടായതുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് ശേഷം അവർ കഴുകുകയും ചെയ്യും. പുറത്തുള്ള ഐസൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് വീണ്ടും ഫ്ലൈറ്റ് എടുക്കുക. അങ്ങനെ കഴുകുന്ന സമയം ഈ ഫ്ലൈറ്റിലേക്ക് ചരക്ക് കയറ്റാനുള്ള വണ്ടി വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയിന്റെ ഭർത്താവിന്റെ കോഫിനും കൂടി ഉണ്ടാവും. മോൾ അത് നോക്കി നിൽക്കുക. അമ്മ പറയും മോള് കിടന്നുറങ്ങിക്കോ, ഉറക്കം എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മൾ നാട്ടിലേക്ക് എത്തും, ന്യൂയോർക്കിലേക്ക്. അപ്പൊ മോള് ചോദിക്കുകയാണ് ഡാഡിയും നമ്മുടെ കൂടെ വരുമോന്ന്. ഹീറോയിൻ പറയും അതെ, അപ്പനും ഉണ്ടാവും നമ്മുടെ കൂടെ, നമ്മൾ അപ്പനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പന്റെ കോഫിൻ കണ്ട പെണ്ണ് വിൻഡോയില് ഒരു ലവ് ചിഹ്നം വരച്ചു വെക്കും, അപ്പനോടുള്ള സ്നേഹം. അത് കഴിയുമ്പോൾ ഫ്ലൈറ്റ് എടുക്കുകയാണ്. ഭയങ്കര ജർക്ക് ഫീൽ ചെയ്യുന്ന കാണാം. വലിയ ശബ്ദം ഉണ്ടാക്കി ഫ്ലൈറ്റ് ആകാശത്തേക്ക് പറന്നുയർന്നു. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ തൊല്ലയുണ്ടാവില്ല, ശാന്തമായിട്ട് പറന്നോളും. ഇപ്പം അങ്ങനെ ഫ്ലൈറ്റ് ശാന്തമായി പറന്നുകൊണ്ടിരിക്കുക. ഹീറോയിൻ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് മോളോട് ചോദിക്കും
പിറകിലെ സീറ്റുകൾ ഒഴിവുണ്ട്, നമുക്ക് അവിടെ പോയി കിടന്നാലോ. എന്നാൽ മോൾക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് മോള് പറയാ. സോ അമ്മ ഞാൻ പോയി കിടന്നോട്ടെ എന്നും പറഞ്ഞ് മോൾക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇവര് ചെന്ന് കിടന്നുറങ്ങുക പിറകിലെ സീറ്റിൽ. കുറച്ചു നേരം ഉറങ്ങിക്കഴിഞ്ഞ് കണ്ണുറക്കും. നോക്കുമ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മോളടുത്തേക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞ് മോളെ സീറ്റിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൾ ഉണ്ടാവില്ല. ഉടനെ ഹീറോയിൻ അടുത്തിരിക്കുന്ന ആ പൂവാലിനോട് ചോദിക്കുകയാണ്, ഇവിടെ ഒരു പെൺകുട്ടിയെ കണ്ടോന്ന്. അയാൾ പറയും, ഇല്ല കണ്ടിട്ടില്ലെന്ന്. ഇവർ നേരെ ചെന്ന് ബാത്റൂം എല്ലാം ചെക്ക് ചെയ്യും. അവിടെ എങ്ങും പെൺകുട്ടിയെ കാണുന്നില്ല. ഉടനെ തന്നെ സ്റ്റാഫിന്റെ അടുത്ത് ചെന്ന് എന്റെ മോള് മിസ്സിംഗ് ആയി, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അവർ പറയും, ഒരു പെൺകുട്ടി ലോഞ്ചിലുണ്ടെന്ന്. പോയി നോക്കുമ്പോൾ അത് വേറെ ഏതോ പെൺകുട്ടിയാണ്. അപ്പൊ ഹീറോയിൻ വീണ്ടും ആ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, എന്റെ മോൾക്ക് 6 വയസ്സേ ഉള്ളൂ. നേരത്തെ 9 എന്നാ പറഞ്ഞ് അത് 6 തിരിഞ്ഞു പോയതായിരുന്നു, എന്റെ തെറ്റല്ല. എന്തായാലും 6 വയസ്സുള്ള കുട്ടിയാണ്, അവളെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ആ സ്റ്റാഫ് ലേഡി പറയും, അങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, ഫ്ലൈറ്റിനകത്തന്നെ ഉണ്ടാവും, വേറെ എവിടെ പോകാനാ, വേണമെങ്കിൽ താഴെയും കൂടെ ഒന്ന് പോയി നോക്കൂ എന്ന് പറയാണ്. ഹീറോയിൻ അവിടുന്ന് ബിസിനസ് ക്ലാസ്സിലേക്ക് പോകും. അവിടെ ഉണ്ടാവില്ല. പിന്നെ ഇത് ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് താഴെയും കൂടെ ഇറങ്ങിച്ചെന്ന് നോക്കുക, അവിടെയും കാണുന്നില്ല. അവിടുത്തെ ഒരു സ്റ്റാഫിനോടും ചോദിക്കും, ഇങ്ങനൊരു പെൺകുട്ടിയെ കണ്ടിരുന്നോ എന്ന്. അവര് പറയാണ്, ഈ ട്യൂബിനകത്ത് എവിടെ പോകാനാ, ഇവിടെ തന്നെ കാണും, നിങ്ങൾ വിഷമിക്കാതെ തിരിച്ചു വരുമെന്ന്. ഹീറോയിൻ അവിടുത്തെ ബാത്റൂമുകളും ചെക്ക് ചെയ്ത് നോക്കും, അവിടെയും കാണുന്നില്ല. തിരിച്ചു വന്ന് മോളുടെ സീറ്റിൽ നോക്കുമ്പോൾ അവളെ പാവക്കുട്ടി അവിടെ തന്നെ ഉണ്ട്. മോൾ അങ്ങനെ പാവക്കുട്ടി എടുക്കാതെ എങ്ങോട്ടും പോകാറില്ല. അതുകൊണ്ട് ഇപ്പൊ ഹീറോയിന് പേടിയാവുക. അവൾ അടുത്തിരിക്കുന്ന മറ്റൊരു സ്ത്രീയോട് ചോദിക്കും, എന്റെ മോളെ കണ്ടിരുന്നോ എന്ന്. അവരും പറയാണ് കണ്ടിട്ടില്ലെന്ന്. ഉടനെ ഹീറോയിൻ പരതുന്ന കണ്ടിട്ട് എയർ ഹോസ്റ്റസ് വന്ന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുകയാണ്. ഹീറോയിൻ തന്റെ മോളെ കാണാതായി എന്നുള്ള കാര്യം അവരോട് പറയും. ഈ എയർ ഹോസ്റ്റസ് മൈക്കെടുത്ത് യാത്രക്കാരോടെല്ലാം വിളിച്ചു പറയും, ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യുക, അമ്മയുടെ പരിഭ്രാന്തിയിലാണ്. ഈ അനൗൺസ്മെന്റ് കേട്ട് പലരും ചിരിക്കുകയാണ് ചെയ്യുന്നത്, കാര്യമായിട്ട് എടുക്കില്ല ഒന്നും. നമ്മുടെ ക്യാപ്റ്റന്മാരും കേൾക്കുന്നുണ്ട്, കുട്ടികളുടെ കഴുത്തിലൊക്കെ പശുക്കിടാങ്ങളെ പോലെ ബെല്ലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കാണാതെ പോകുമെന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ടും പെൺകുട്ടിയെ കണ്ടു എന്നുള്ള കാര്യം ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഹീറോയിൻ, നമുക്ക് ഈ പ്ലെയിൻ മുഴുവനായിട്ടൊന്ന് സെർച്ച് ചെയ്യണം, എന്റെ മോള് വിഷമത്തിലാ, അച്ഛനെ നഷ്ടപ്പെട്ട വിഷമത്തിലാണ്, ഇവിടെ യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വിമാനത്തിലാകെ മൊത്തം 9 ക്ലോസറ്റുകളുണ്ട്, ഗാലീസ് ഉണ്ട്, ക്രൂ ക്വാർട്ടേഴ്സ് ഉണ്ട്, കുട്ടികൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതെല്ലാം സെർച്ച് ചെയ്യണം, എനിക്ക് അതിനുള്ള അനുവാദം കിട്ടുമെന്ന് ഹീറോയിൻ സ്റ്റാഫ് ലേഡിയോട് ചോദിക്കുക. ഒന്നാമത് പ്ലെയിനിനെ പറ്റി ഇത്രയും അറിവുള്ള ആളാണ് ഹീറോയിൻ എന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ആരോടെങ്കിലും ഇങ്ങനെ അറിയുന്ന കാര്യം പറഞ്ഞാൽ ഉടനെ അവർക്ക് ഈഗോ അടിക്കും, ഇറങ്ങിപ്പോടാ പുല്ലേന്നാണ് അവർ പറയുക. ഭാഗ്യത്തിന് ഈ ലേഡി അങ്ങനെ പറയുന്നില്ല. എന്നാലും നിങ്ങൾ തിരിച്ചെന്ന് സീറ്റിലിരിക്കുക, യാത്രക്കാരുടെ സേഫ്റ്റിയാണ് ഞങ്ങൾക്ക് പ്രധാനം. ഞാൻ ക്യാപ്റ്റൻ ഈ കാര്യം അറിയിച്ചതിന് ശേഷം അങ്ങേര് പറഞ്ഞിട്ടേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ എല്ലാ ആവശ്യവും ഇവിടെ നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് ഹീറോയിനെ തിരിച്ച് സീറ്റിലേക്ക് ചെന്നിരിക്കാൻ പറയാണ്. അത് കഴിയുമ്പോൾ ഒരു ലേഡി സ്റ്റാഫ് ഹീറോയിന്റെ കൂടെ തന്നെ ചെന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ഫ്ലൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാലോ, നിങ്ങൾ എയർലൈൻ ബിസിനസ്സിലാണോ വർക്ക് ചെയ്യുന്നതെന്ന്. ഹീറോയിൻ പറയും, അല്ല, ഞാൻ എയർക്രാഫ്റ്റ് ഡിസൈനിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാനൊരു എഞ്ചിനീയറാണ്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ കൂളാക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ സംഭവം ഞാൻ ആങ്ഷ്യസ് അല്ല, എന്റെ മകളെ കാണുന്നില്ല, അതിൽ ഞാൻ പേടിച്ചിരിക്കുക. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? എത്രയും പെട്ടെന്ന് പൈലറ്റിനെ വിളിക്കൂ എന്ന് ഹീറോയിൻ പറയുക. ആ സമയത്തായിരിക്കും അടുത്തിരിക്കുന്ന 2 കുട്ടികൾ ഹീറോയിനെ നോക്കുന്ന ഹീറോയിൻ കാണുക. അവൾ ആ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ എന്റെ മോളെ കണ്ടിരുന്നോന്ന്. ആ കുട്ടികൾ മറുപടി പറയുന്നതിന് മുന്നേ അവരെ തന്ത തിരിഞ്ഞിട്ട്, ഞങ്ങൾ അങ്ങനെ ഒരു കുട്ടികളെയും കണ്ടിട്ടില്ല എന്ന് പറയാം. ഹീറോയിൻ അപ്പോ ആ കുട്ടികളോട് എന്റെ മോളെ തിരയാൻ നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കുക. അവര് റെഡിയായിരിക്കും, പക്ഷെ അവരുടെ തന്തയും തള്ളയും സമ്മതിക്കില്ല. മിണ്ടാതെ തിരിഞ്ഞിരിക്കി, അത് നമ്മുടെ പണിയല്ല എന്നും പറഞ്ഞിട്ട് കുട്ടികളെ മിരട്ടി തിരിച്ചിരുത്തുകയാണ്. സോ ഇതെല്ലാ നാട്ടിലും ഒരുപോലെയാണല്ലേ. ഇത് കഴിയുമ്പോൾ മറ്റൊരു ലേഡി സ്റ്റാഫ് വന്ന് ഈ സുന്ദരി സ്റ്റാഫിനെ വിളിക്കും. അവർ തമ്മിൽ എന്തൊക്കെയോ കുശുകുശയെന്ന് വർത്താനം പറയുന്നു. ആ നേരത്തെ ഈ പഞ്ചാരക്കുഞ്ചനും എന്തൊക്കെയോ കമന്റ് അടിക്കുന്നുണ്ട്, സ്ഥലകാല ബോധമില്ലാതെ. അമ്മയുടെ മോളെ നഷ്ടപ്പെട്ട് അതിന്റെ വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് അവന്റെ പഞ്ചാര. എന്തായാലും ഈ പെണ്ണുങ്ങളെ, ഈ സ്റ്റാഫന്മാര് എന്തൊക്കെയോ സംസാരിക്കുന്ന കണ്ട് പേടിച്ചിട്ട് ഹീറോയിൻ ഓടി വന്ന് ചോദിക്കും, എന്താ എൻ്റെ മകൾക്ക് പറ്റിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നിങ്ങൾ അവളെ കണ്ടുമുട്ടിയോ, എന്നോട് എന്താ പറയാത്തതെന്ന് പറഞ്ഞ് ചോദിക്കുക. അപ്പൊ ലേഡി സ്റ്റാഫ് പറയും, സോറി മിസ്, നിങ്ങളുടെ മകൾ ഈ ഫ്ലൈറ്റിൽ കയറിയതിന്റെ ഒരു വിവരവും ഞങ്ങളുടെ കയ്യിലില്ല, മോളുടെ പേര് തന്നെ ലിസ്റ്റിലില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങളെ വിശ്വസിക്കുന്നത്? ഇത് കേട്ട ഉടനെ ഹീറോയിൻ ഷോക്കാവും. ഞാനും എൻ്റെ മോളും കൂടെ ചേർന്ന ഈ ഫ്ലൈറ്റിൽ കയറിയത്, നിങ്ങളത് കണ്ടതല്ലേ, ഞാൻ നിങ്ങളെ പാസ് ചെയ്തല്ലേ വന്നത്, നിങ്ങൾ കണ്ടതല്ലേ എന്നും പറഞ്ഞ് ഹീറോയിൻ ഫ്ലൈറ്റിൽ കയറാൻ നേരത്തെ കണ്ട ആ സുന്ദരി പെണ്ണോട് ചോദിക്കും. ആ പെണ്ണിന് നല്ല ഓർമ്മയൊന്നും ഉണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഒരു ഉറപ്പില്ല എന്ന് പറയാണ് ആ ലേഡി. ഇത് കഴിയുമ്പോൾ മറ്റേ സ്റ്റാഫ്, നിങ്ങൾ പറയുന്ന സീറ്റ് നമ്പർ 26A അത് എംറ്റി ആണ്,
അത് ആർക്ക് വേണ്ടിയും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നു എന്നവർ പറയുക. ഉടനെ ഹീറോയിൻ, ഞാൻ എന്റെ മോളുമായിട്ടാണ് കയറിയത്, ഞാൻ വേണമെങ്കിൽ ടിക്കറ്റ് കാണിച്ചുതരാം, ബോർഡിംഗ് പാസ് കാണിച്ചുതരാന്ന് പറഞ്ഞ് അവൾ പോക്കറ്റിൽ തപ്പി നോക്കും. തന്റെ ബോർഡിംഗ് പാസ് മാത്രമേ ഉള്ളൂ. മകളുടെ ബോർഡിംഗ് പാസ് അവളുടെ ബാഗിനകത്താ. ഞാനത് ഇപ്പം എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് മോളുടെ ബാഗ് വെച്ച സ്ഥലത്ത് ചെന്ന് ഹീറോയിൻ പരിശോധിച്ച് നോക്കുക. അവിടെ ആ ബാഗ് ഉണ്ടാവില്ല. ആ ബാഗ് ആരോ എടുത്തു മാറ്റി. അതാണെങ്കിൽ പൊക്കത്തിലാണ് വെച്ചിട്ടുള്ളത്. ഈ കുഞ്ഞുകുട്ടിക്ക് അത്രയും പൊക്കത്ത് കയറാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മറ്റാരോ ബാഗും എടുത്ത് പെൺകുട്ടീനെയും മാറ്റിയതാണെന്ന് ഹീറോയിൻ സ്റ്റാഫുമാരോട് പറയുക. അവരത് വിശ്വസിക്കില്ല. ഉടനെ ഹീറോയിൻ, എനിക്ക് ക്യാപ്റ്റനുമായി സംസാരിക്കണം എന്ന് പറഞ്ഞ് ക്യാപ്റ്റന്റെ മുറിയിലേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് അവിടുത്തെ ഡോറിൽ ആഞ്ഞു മുട്ടാൻ തുടങ്ങും. ഉടനെ പുറകിൽ നിന്ന് വന്ന ഒരു പോലീസുകാരൻ ഹീറോയിന്റെ കൈ പിടിച്ച് മടക്കി, നിങ്ങൾ ഈ ഫ്ലൈറ്റിനൊരു ത്രെട്ടാണ്, ഇങ്ങനെ ക്യാപ്റ്റനെ ശല്യം ചെയ്യാൻ നോക്കിയാൽ എനിക്ക് നിങ്ങളെ വിലങ്ങ് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവളെ ലോക്ക് ചെയ്യും. നോക്കുമ്പോൾ നമ്മുടെ പൂവാലിനാണ് ആ പോലീസുകാരൻ. പുള്ളിക്കാരൻ അവിടുത്തെ പോലീസാണ്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യായിരുന്നു. ഫ്ലൈറ്റിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ അവരെ കൺട്രോൾ ചെയ്യാൻ ഈ പോലീസുകാരനെ കൊണ്ട് പറ്റും. പുള്ളിക്കാരന്റെ കയ്യിൽ തോക്കുമുണ്ട്. ഹീറോയിൻ അയാളോട് ചോദിക്കുകയാണ്, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ക്യാപ്റ്റനെ ഒന്ന് കണ്ടാൽ മതി, സംസാരിച്ചാൽ മതി, അതെന്റെ അവകാശം കൂടിയാണല്ലോ, എനിക്ക് അതിനുള്ള അവസരം മാത്രം തരൂ. അപ്പോൾ പോലീസുകാരൻ എനിക്കതിന് ക്യാപ്റ്റനോട് ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് ക്യാപ്റ്റനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ക്യാപ്റ്റൻ സംസാരിക്കാൻ തയ്യാറാവുകയാണ്. ഹീറോയിന്റെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ് ആ കാണാതെ പോയ കുട്ടി ആരാണെന്ന് സ്റ്റാഫുമാരോട് ചോദിക്കുക. അവർ പറയും, അങ്ങനത്തെ ഒരു കുട്ടിയെ കണ്ടിട്ടേ ഇല്ലാന്ന്. മാത്രമല്ല യാത്രക്കാരുടെ ലിസ്റ്റിലും ആ പെൺകുട്ടിയുടെ പേരില്ല. എൻട്രി ഡോറിൽ ഉണ്ടായിരുന്നത് മറ്റേ സുന്ദരിയ. നീ അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പറയും, ഇല്ല, കണ്ടതായിട്ട് ഓർക്കുന്നില്ലെന്ന്. അപ്പൊ ഹീറോയിൻ, എന്റെ മോളുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയുണ്ട്, അതില്ലാതെ അവൾ ഇങ്ങോട്ടും പോകാറില്ല, അത് അവൾ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ ആരെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ടാവണം, അവളുടെ ബാഗ് മിസ്സിംഗ് ആണ്. ഇതെല്ലാം കേട്ട പൈലറ്റ് ഹീറോയിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ആൽക്കഹോൾ എന്തെങ്കിലും എടുത്തിരുന്നു? ഹീറോയിൻ ഇല്ല എന്ന് പറയും. അവൾ പറയുന്ന പുള്ളിക്കാരൻ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷനിലാണോ എന്നും കൂടെ അയാൾ ചോദിക്കുക. ഹീറോയിൻ പറയും, എന്റെ കയ്യിൽ സ്ലീപ്പിംഗ് പിൽസ് ഉണ്ട്, പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ല. എന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് ഞാനത് എഴുതി വാങ്ങിച്ചതാണ്, പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ല. അപ്പൊ ലേഡി സ്റ്റാഫ് പറയും, നമ്മുടെ ഫ്ലൈറ്റിൽ ഒരു കാസ്കറ്റ് ഉണ്ട്, അത് ഇവരുടെ ഹസ്ബൻഡിന്റേതാണ്. 6 ദിവസം മുന്നേ ബിൽഡിങ്ങിന്റെ റൂഫിൽ നിന്നും അദ്ദേഹം താഴെ വീണ് മരിച്ചാണെന്ന് ഹീറോയിനും കൂടെ പറയുന്നു. അപ്പൊ പൈലറ്റ് സോറി ചോദിക്കും. എന്നിട്ട് ഈ ഫ്ലൈറ്റിലെ ഏതെങ്കിലും പാസഞ്ചേഴ്സ് ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്നുകൂടെ ചോദിക്കുകയാണ്. സ്റ്റാഫുമാർ പറയും, ഇല്ല, ഞങ്ങൾ അന്വേഷിച്ചിരുന്നു, ആരും കണ്ടിട്ടില്ലെന്ന്. അപ്പൊ പൈലറ്റ് ആ പോലീസുകാരനോട്, നിങ്ങളെല്ലാം അടുത്തുണ്ടായിരുന്നു, നിങ്ങളെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. പോലീസുകാരൻ പറയും, അയാളും കണ്ടിട്ടില്ലെന്ന്. ഉടനെ ഹീറോയിൻ ദേഷ്യപ്പെട്ട്, അപ്പൊ നിങ്ങളെല്ലാവരും എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കുകയാണോ? എന്റെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ ഇമാജിൻ ചെയ്താണെന്ന് പറയാണോ? എനിക്കതിന്റെ ആവശ്യമുണ്ടോ? ഇല്ലാത്ത മോളെ ഉണ്ടെന്നും പറഞ്ഞ് തപ്പി നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എനിക്ക്? ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ മോളെ കാണുന്നില്ല, അവൾ ആരോ മറച്ചു വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടിക്കറ്റ് ഇല്ലാതെ ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പൈലറ്റിന്റെ കടമയാണ് അയാളെ സെർച്ച് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ അതെങ്കിലും ചെയ്യണം. ഇത് കേട്ട് പൈലറ്റ് പറയാണ്, അതിന് നിങ്ങൾ പറയുന്ന പെൺകുട്ടി ഈ ഫ്ലൈറ്റിൽ ഉണ്ടെന്നതിന് തെളിവെന്താണ്? ആ പാവക്കുട്ടിയൊന്നും ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഹീറോയിൻ, ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് ബോധമുണ്ടല്ലോ, എന്റെ മോള് എന്റെ കൂടെ ഈ ഫ്ലൈറ്റിനകത്തേക്ക് കയറിയതാണ്. അവളെ ഇരുത്തി ഞാൻ പിറകിലൊന്ന് ഉറങ്ങാൻ ചെന്ന, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സമയത്താണ് ആരോ അവളെ മറച്ചു വെച്ചത്. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. ഞാൻ പറയുന്നത് സത്യമാണ് സാർ, ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. ഹീറോയിന്റെ ഈ കരഞ്ഞുകൊണ്ടുള്ള യാചന കേട്ട പൈലറ്റ് അവളെ സഹായിക്കാം, ഒന്നെന്തായാലും ഹെൽപ്പ് ചെയ്ത് നോക്കാം, അതുകൊണ്ട് ആർക്കും ഒരു കുറവും പറ്റുന്നില്ലല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് തീരുമാനിക്കും. എന്നിട്ട് ആ കുട്ടിയെ കാണാതായ കാര്യം അനൗൺസ്മെന്റ് ചെയ്ത് യാത്രക്കാരെയെല്ലാം അവരവരെ സീറ്റിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ് സീറ്റ് ബെൽറ്റ് ലോക്ക് ചെയ്തിട്ട് ഇവർ ആ ഫ്ലൈറ്റ് മുഴുവൻ സെർച്ച് ചെയ്യാൻ തീരുമാനിക്കും. ക്രൂവിലുള്ള ഓരോ ആൾക്കാരെയും ഓരോ സ്ഥലത്ത് വിട്ട് സെർച്ച് ചെയ്യും. കുട്ടികൾ ഒളിച്ചിരിക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലവും ഇവർ പരിശോധിക്കുക. കുട്ടിയെ നോക്കാൻ അറിയാതെ തള്ളാന്നും പറഞ്ഞ് യാത്രക്കാർ കളിയാക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം മാത്രമല്ലാതെ വേറെയും കുറെ പൊന്തും പൊടലൊക്കെ ഉണ്ട്, അവിടെ എല്ലാം ഇവർ സെർച്ച് ചെയ്യാം. ഇതിൽ എവിയോണിക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഈ ഫ്ലൈറ്റിന്റെ കൺട്രോളും കുറച്ച് ചരക്ക് ലോഡും ഒക്കെ വെക്കുന്ന സ്ഥലം. അവിടെ ഒരു സ്റ്റാഫ് ഇറങ്ങി ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരൻ ഹീറോയിനോട് ചെന്ന് അവളുടെ സീറ്റിൽ ഇരിക്കാൻ പറയുക. ഹീറോയിൻ സീറ്റിൽ ഇരിക്കാതെ എല്ലാ സ്ഥലത്തും പരിശോധിക്കുകയായിരിക്കും. എന്നിട്ട് അവൾ ആ പോലീസുകാരനോട് പറയുന്നു, താൻ ഒരു കാവൽക്കാരനല്ലേ, തോക്കൊക്കെയുള്ള കാവൽക്കാരൻ, തന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഒരു പെൺകുട്ടി കാണാതെ പോയിരിക്കുന്നു. എന്റെ മോളെ തിരിച്ചു കിട്ടി അതോറിറ്റി തന്നെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ താൻ എന്തുത്തരം പറയും? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനാണെന്നും പറഞ്ഞ് തന്നെയല്ല കുറ്റപ്പെടുത്തുക, എന്നിട്ട് താൻ എന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ആ പോലീസുകാരൻ, എന്റെ ജോലി ചെയ്യാൻ എനിക്കറിയാം, താൻ പറയുന്നത് സത്യമാണോ എന്ന് ആദ്യം ഞങ്ങൾ മനസ്സിലാക്കട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാമെന്നും പറഞ്ഞ് വീണ്ടും ഒരു മുന്നോട്ട് പോവാം. ഈ സമയത്ത് മറ്റൊരു സ്റ്റാഫ് അയാൾ പരിശോധിക്കാൻ ഏതോ ഒരു പൊത്തിനകത്ത് കയറി അവിടെ ഒളിച്ചിരിക്കുന്ന വേറൊരു ലേഡി സ്റ്റാഫുണ്ട്, അവളുമായിട്ട് കൊഞ്ചിക്കൊഴിയായിരിക്കും. ഈ നേരത്ത് ഇങ്ങനെ ഓരോ സീറ്റുകളും പരിശോധിച്ച് വന്ന ഹീറോയിൻ അവിടെ ഒരു അറബിയെ കണ്ട്, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ബെർലിനിൽ നിന്നുമാണോ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അയാൾ ഒരു അറബിക് പേഴ്സണാ. പുള്ളിക്കാരൻ പറയും, ഞാൻ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല, എനിക്ക് നിങ്ങളെ പരിചയമില്ലെന്ന്. പക്ഷെ ഹീറോയിന് അയാളെ എവിടെയോ വെച്ച് കണ്ട ഓർമ്മയുണ്ട്. ഈ പുള്ളിക്കാരന്റെ കൂടെ തന്നെ വേറെയും 2 അറബിമാരുണ്ടാവും. എന്തായാലും ഇവരിങ്ങനെ പരിശോധിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ സ്റ്റാഫുമാരായ
പ്രണയ പൈങ്കിളികൾ കൊഞ്ചി നടക്കുന്നത് കാണും. ഹീറോയിൻ അവരോട് ദേഷ്യപ്പെടാം. ഇതാണോ എന്റെ മകളെ തിരയുന്ന ലക്ഷണം? നിങ്ങളെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ക്യാപ്റ്റനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ക്യാപ്റ്റനെ ഒന്നുകൂടെ വിളിച്ചു വരുത്തും. ചരക്ക് കയറ്റിയ പ്രദേശം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് ഹീറോയിൻ ക്യാപ്റ്റനോട് ആവശ്യപ്പെടാം. എന്നാൽ അങ്ങോട്ടൊരു കുട്ടിക്ക് പോകാൻ കഴിയില്ല. കുഞ്ഞു പോകാനുള്ള സ്ഥലമെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ക്യാപ്റ്റൻ. അപ്പൊ ഹീറോയിൻ അതിനവൾ ഒറ്റയ്ക്കല്ല, അവളുടെ ബാഗും കൂടെ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ മറ്റാരോ അവളെ കടത്തിയതാണ്. അവരെവിടെ വേണമെങ്കിലും അവളെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹോൾഡിൽ കൂടെ ചെക്ക് ചെയ്യണമെന്ന്. ഇത് കേട്ട ക്യാപ്റ്റൻ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും മറ്റ് പാസഞ്ചേഴ്സിനെ എല്ലാം ബുദ്ധിമുട്ടിച്ച് ഞാൻ സെർച്ച് ചെയ്തതാണ്. ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം അതോറിറ്റിയിൽ കംപ്ലൈന്റ് ചെയ്ത് ചെക്ക് ചെയ്തോളൂ. അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ക്യാപ്റ്റൻ. അപ്പൊ ആ പോലീസുകാരൻ, ഈ പെണ്ണ് തിരിച്ചുപോയി മിണ്ടാതിരിക്കില്ല ക്യാപ്റ്റൻ, ഞാൻ വേണമെങ്കിൽ ഇവരെയും വിളിച്ചുകൊണ്ട് പോയി ഡെക്കിൽ അടച്ചിടാം, എന്നിട്ട് ഞാൻ അവിടെ കാവൽ നിൽക്കാം, അല്ലെങ്കിൽ ഇവർ കുഴപ്പമുണ്ടാക്കുമെന്ന് പറയാണ്. അപ്പൊ ക്യാപ്റ്റൻ, ഈ ഫ്ലൈറ്റിലെ തീരുമാനങ്ങൾ ഞാനാണ് എടുക്കുന്നത്. ഇതിലെ എല്ലാ യാത്രക്കാരുടെ സേഫ്റ്റിയും എനിക്ക് മുഖ്യമാണ്. ഈ സ്ഥിരതയില്ലാത്ത പെണ്ണുൾപ്പെടെ ഡെക്കിൽ ചെന്ന് ലഗേജുകളുടെ കൂടെ ഒരു പേഴ്സൺ ഇരിക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് അതിന് ഞാൻ അനുവദിക്കില്ല. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവരെ വിളിച്ചോണ്ട് പോയി പഴയ സീറ്റിൽ ഇരുത്തുക. ഇവർക്ക് ആ ഹോൾഡ് കൂടെ ചെക്ക് ചെയ്യണമെന്നല്ലേ പറയുന്നത്. ഞാൻ എന്റെ സ്റ്റാഫിനെ വിട്ട് ആ ഹോൾഡ് ചെക്ക് ചെയ്തോളാം. അതുവരെ ഇവരെ ഒന്ന് അടക്കി നിർത്തുമെന്നും പറഞ്ഞിട്ട് പോലീസുകാരനോട് ഹീറോയിനെ വിളിച്ചോണ്ട് പോകാൻ പറയും. ആ സമയത്താണ് ഹീറോയിൻ, ഞാൻ അവന്മാരെ എവിടെയാണ് വെച്ച് കണ്ടതെന്ന് എനിക്ക് ഓർമ്മ വന്നു എന്നും പറഞ്ഞ് ആ അറബികളുടെ അടുത്തേക്ക് ഓടുക. ഹീറോയിൻ അവരെ എവിടെയാണ് വെച്ച് കണ്ടതെന്ന് ഓർമ്മ വന്നു. അവൾ ഓടിച്ചെന്ന് ആ അറബിയുടെ കുത്തിനെ പിടിച്ച് ചോദിക്കുക, നീ ഇന്നലെ രാത്രി എന്റെ ഫ്ളാറ്റിന് എതിരെ ഉണ്ടായിരുന്നവനല്ലടാ. നീ ഇന്നലെ എന്നെയും എന്റെ മോളെയും തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാനത് കണ്ടതാ. നീ തന്നെയാണ് എന്റെ മോളെ മാറ്റി വെച്ചിരിക്കുന്നത്. എവിടെ എന്റെ മോള്? ആ അറബി ഞെട്ടിപ്പോവും. ഇല്ല, ഞാൻ ഈ പെണ്ണിനെ കണ്ടിട്ടേ ഇല്ല, എനിക്കൊന്നും അറിയില്ല, ഇവര് പറയുന്ന ഒന്നും അറിയില്ല. അപ്പൊ പോലീസുകാരൻ ചോദിക്കുക, ഈ സ്ത്രീ പറയുന്നത് സത്യമാണോ? നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു? ഈ പിടിക്കപ്പെട്ടവർ അറബികളായതുകൊണ്ട് തന്നെ കുറെ ഇംഗ്ലീഷുകാർക്ക് അവരിഷ്ടപ്പെടില്ല. ഇവരെന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടാകും എന്നുള്ള പ്രീ ജഡ്ജ്മെന്റിലായിരിക്കും കുറച്ച് ഇംഗ്ലീഷുകാർ. അവന്മാരെ പിടിച്ച് ഇടുക്കി 2 ഇടി കൊടുത്താലേ സത്യം പറയുള്ളൂ, അവന്മാരത് ചെയ്തിട്ടുണ്ടാവും എന്നും പറഞ്ഞ് വേറെ കുറെ അമേരിക്കക്കാർ നിലവിളിക്കുക. അപ്പൊ ആ അറബി മനുഷ്യൻ പറയും, ഞാൻ ഇന്നലെ ഇവര് പറയുന്ന സ്ഥലത്ത് ഇല്ലായിരുന്നു, എനിക്കിവരെ അറിയില്ല. ഇന്നലെ രാത്രി ഞാൻ ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു, വേണമെങ്കിൽ അതിന്റെ ബില്ല് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബില്ലെടുത്ത് കാണിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണം വെച്ച് ഇവര് 3 പേരും ഇന്നലെ രാത്രി ആ ഹിൽട്ടൺ ഹോട്ടലിലായിരുന്നു. സോ എവിഡൻസ് കിട്ടിയതുകൊണ്ട് പോലീസുകാരനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങേര് വരൂ പോകാമെന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ചോണ്ട് പോകാൻ നിൽക്കുക. പക്ഷെ ഹീറോയിൻ സമ്മതിക്കുന്നില്ല. എന്റെ മോളെ മറച്ചു വെച്ചിരിക്കുന്ന ഇവന്മാര് തന്നെയാണെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ നീ അറബിയുടെ മണ്ടയിലേക്ക് ചാടി വീണ് അയാൾ ഇടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് പോലീസുകാരൻ ഹീറോയിനെ മടക്കി പിടിച്ച് അവിടുന്ന് വിളിച്ചോണ്ട് പോവാ. ഈ ഇംഗ്ലീഷുകാർക്കെല്ലാം അറബികളെ സംശയമാണ്. അപ്പൊ അറബി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, ഞങ്ങൾ ആരും ഇത് ചെയ്തിട്ടില്ല, പ്രൂഫും കാണിച്ചു കഴിഞ്ഞു, ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാ പിന്നെ ഞങ്ങൾ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് ടോർച്ചർ ചെയ്യാൻ വേറെ ഏതെങ്കിലും അറബികൾ കിട്ടുമെന്നും പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ പോലീസുകാരൻ ഹീറോയിനെ പിടിച്ച് ചോദിക്കും, അവർക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ പെൺകുട്ടി അവിടെ നിന്ന് തന്നെ കടത്തിയാൽ പോരെ, പിന്നെ എന്തിനാ ഈ ഫ്ലൈറ്റിലേക്ക് വരണം, അതിന്റെ ആവശ്യം എന്താ? ഹീറോയിൻ പറയും, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ കടത്തിയത് അവര് തന്നെയാ. അപ്പൊ പോലീസുകാരൻ, നിങ്ങൾ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആദ്യമേ മകളുടെ പേര് ലിസ്റ്റിലില്ല, ആ കാര്യം നിങ്ങൾ മറന്നുപോകുന്നു. ഇത് കേട്ട ഹീറോയിൻ പറയും, ക്രൂവിലുള്ള ആരെങ്കിലും ആ പേര് മാറ്റിയിട്ടുണ്ടാവണം, അല്ലാതെ അങ്ങനെ വരാൻ വഴിയില്ലെന്ന്. അപ്പൊ പോലീസുകാരൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ കാരണം എന്താ? അവൾക്ക് എന്ത് സ്പെഷ്യാലിറ്റിയാ ഉള്ളത്? നിങ്ങൾക്ക് എന്ത് സ്പെഷ്യാലിറ്റിയാണുള്ളത്? ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, ഒരുപക്ഷെ എനിക്ക് ഈ പ്ലെയിനിനെ പറ്റി അറിയാം, അതുകൊണ്ടായിരിക്കും എന്നെ പിക്ക് ചെയ്തിട്ടുണ്ടാവുക. മേ ബി അവർ ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നുണ്ടാവും, അതിന് ഹോസ്റ്റേജായി എന്റെ മകളെ പിടിച്ചു വെച്ചായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേട്ട് പോലീസുകാരൻ പറയും, ഇതെല്ലാം നിങ്ങളുടെ ഊഹാപോഹങ്ങൾ മാത്രമാണ്, സത്യമല്ല. സത്യമാണ് എന്നതിന് ഒരു തെളിവുമില്ല, അതുകൊണ്ട് ആദ്യം ഒന്ന് അടങ്ങിയിരിക്കും, ഞങ്ങൾക്കൊന്ന് ബ്രീത്ത് ചെയ്യാൻ സമയം തരുമെന്നും പറഞ്ഞ് പോലീസുകാരൻ ഹീറോയിനെ കാമാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വരുന്നത്, ഫ്ലൈറ്റിലെ കുഴപ്പങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോകാം, ആര് സീറ്റിൽ തന്നെ ഇരിക്കേണ്ടതില്ല, എല്ലാം സോൾവ് ആയിരുന്നു.